വേൾഡ് ട്രേഡ് സെന്ററിനൊപ്പം അൽഖ്വയ്ദ തീവ്രവാദികൾ ചാമ്പലാക്കിയ സെന്റ് നിക്കോളാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയം നവംബർ 1-ന് വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കും. ന്യൂയോർക്കിലെ ആദ്യത്തെ ദേശീയ ബസലിക്ക എന്ന വിശേഷണത്തോടെയാണ് ദേവാലയം ഉയരുന്നത്. ഇസ്ലാമിക ഭീകര സംഘടനയായ അൽഖ്വയ്ദ ചാരക്കൂമ്പാരമാക്കിയ അതേ മണ്ണിൽ തന്നെ പുതിയ ദേവാലയം ഉയർത്തെഴുന്നേൽക്കുന്നതിനെ വലിയ പ്രത്യാശയോടെയും സന്തോഷത്തോടെയുമാണ് ആഗോള ക്രൈസ്തവ സമൂഹം നോക്കിക്കാണുന്നത്. ആദിമസഭയുടെ കാലം മുതൽക്കേ ഉന്മൂലന ശ്രമങ്ങളെ അതിജീവിച്ചും രക്തം ചിന്തിയ മണ്ണിൽ നിന്ന് തഴച്ചു വളർന്നുമുള്ള ചരിത്രമാണ് ക്രൈസ്തവർക്കുള്ളത് എന്നതിനെ അടിവരയിട്ടുറപ്പിക്കുന്നതാണ് പുതിയ ദേവാലയം. വേൾഡ് ട്രേഡ് സെന്റർ മെമ്മോറിയൽ പ്ലാസയ്ക്ക് അഭിമുഖമായാണ് ദേവാലയത്തിന്റെ സ്ഥാനം. എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയോ ഒന്നാമൻ 2021 നവംബറിൽ US പര്യടനത്തിനെത്തിയ സാഹചര്യത്തിൽ നിർമ്മാണം പൂർത്തിയാകും മുൻപേ ദേവാലയത്തിന്റെ കൂദാശകർമ്മം നിർവഹിച്ചിരുന്നു. കൂദാശകർമ്മത്തോടനുബന്ധിച്ച് തീവ്രവാദ ആക്രമണത്തെ അതിജീവിച്ച പരിശുദ്ധ മാതാവിന്റെ രൂപവും ദേവാലയ മണിയും പാത്രിയാർക്കീസ് വെഞ്ചരിച്ച് പുതിയ ദേവാലയത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. 2001 സെപ്റ്റംബർ 11-ന് റാഞ്ചിയെടുത്ത യാത്രാ വിമാനങ്ങളുമായി ഇസ്ലാമിക ഭീകരർ നടത്തിയ ആക്രമണത്തിൽ വേൾഡ് ട്രേഡ് സെന്ററിന് സമീപം സ്ഥിതി ചെയ്ത സെന്റ് നിക്കോളാസ് ദേവാലയം നിലംപതിക്കുകയായിരുന്നു. ഗ്രൗണ്ട് സീറോ എന്ന പേരിൽ കുപ്രസിദ്ധമായ ആ ദുരന്ത ഭൂമിയിൽ തന്നെ ആക്രമണത്തിന്റെ 21-ാം വർഷം പുതിയ ദേവാലയം ശിരസുയർത്തുന്നതിന്റെ ആനന്ദത്തിലാണ് വിശ്വാസി സമൂഹം. സ്പാനിഷ് ആർക്കിടെക്റ്റായ സാന്റിയാഗോ കലാട്രേവയാണ് ദേവാലയത്തിന് പുനരുദ്ധാരണം നിർവഹിച്ചിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കാനും അവർക്കായി പ്രാർത്ഥിക്കാനുമായി ദേവാലയത്തോട് ചേർന്ന് തന്നെ ഒരു പൊതു ഇടവും ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്.